ബാലരാമപുരത്ത് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് റൂറൽ SP എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കെ സുദർശനനാണ് അവിടേക്ക് എത്തുന്നത്. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പക്ഷേ മോട്ടീവ് എന്ത് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. റൂറൽ SP ഇപ്പോൾ അവിടേക്ക് പോലീസ് സീൽ ചെയ്തിരിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കും. അതിനുള്ളിൽ ബാക്കിയുള്ള തെളിവുകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളുമൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. തീ പിടിച്ചത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. റഹീസ് നമുക്കൊപ്പമുണ്ട്. റഹീസ്, ഇപ്പോൾ റൂറൽ SP സുദർശനാണ് അവിടെ എത്തുന്നത്. ഇപ്പോൾ സീൽ ചെയ്ത വീട് തുറന്ന് പോലീസ് വീണ്ടും പരിശോധിക്കാൻ പോവുകയാണോ? എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം റൂറൽ SP കെ സുദർശനും ഒപ്പം നെയ്യാറ്റിൻകര DYSP ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജിയും ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. വീടിൻ്റെ മുമ്പിൽ SP അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ലോക്ക്, അതിൻ്റെ കീ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അതിൻ്റെ കീ ഇല്ല. അതുകൊണ്ട് ആ കീ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് SP ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം അത്തരം കാര്യങ്ങൾ കൂടി നോക്കാം. സാർ, ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ഒരാൾ തന്നെ പ്രതിയെന്ന് നമ്മൾ ഫൈനലായ പറയാം. മനസ്സിലാക്കിയതിന് ശേഷം പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ചില സാമൂഹ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ട് എന്ന്. എല്ലാം വിശദമായിട്ട് അന്വേഷിക്കാം. അന്വേഷിച്ച നമുക്ക് തീരുമാനമുണ്ടാവും. പെൺകുട്ടിയുടെ അമ്മയെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ജസ്റ്റ് ഇന്നലെ അവരെ തിരിച്ചു വിട്ടപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കി. ഇല്ല, ഇതുവരെയുള്ള നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിക്ക് അതിൽ പങ്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് എല്ലാ കാര്യങ്ങളും കൂടുതൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും മറ്റ് സാഹചര്യത്തിലുള്ള വിലയിരുത്തിക്കൊണ്ടും കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമാണ് പങ്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതോ നമുക്ക് പറയാൻ സാധിക്കും. അല്ല, അത് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതെല്ലാം പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ എത്രമാത്രം അതിൽ വസ്തുതകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം കൊണ്ട് മാത്രമേ എന്തിനു ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരം. വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോൺ സയന്റിഫിക് പരിശോധനയ്ക്ക് അയക്കും. മൊബൈൽ ഫോൺ എല്ലാം സയന്റിഫിക് പരിശോധനയ്ക്ക് അയക്കും. അതിൻ്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷം നമുക്ക് വാട്സപ്പ് ചാറ്റ് മുഴുവനായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. എല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്താം. തെളിവെടുപ്പ് ഇന്ന് നടത്താനാണോ, എങ്ങനെയാണ്? അല്ല, അത് പ്രതി അറസ്റ്റ് ചെയ്തതിന് ശേഷം, റിമാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട്. സാധാരണഗതിയിൽ പ്രതിയുടെ അറസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തിനു ചെയ്തു എന്നതിൽ ഒരു വ്യക്തത പോലീസിന് കിട്ടിയിട്ടുണ്ടാവില്ലേ? അല്ല, പ്രതി കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായിട്ട് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അപ്പോഴും എന്തിനു ചെയ്തു എന്നതൊരു പ്രസക്തമായ ഒരു ദിവസം കൊണ്ട് മാത്രം പൂർത്തിയാക്കുന്ന കാര്യമാണല്ലോ. കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പറയാൻ പറ്റുള്ളൂ. വീടിൻ്റെ കീ അവർ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടി കിടന്ന കിണറ്റിൻ്റെ ഭാഗത്തേക്ക് SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയാണ്. ഇതൊരു ചെറിയ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ആ സ്പേസിലൂടെ കീ അവിടെ ഇല്ലാത്തതുകൊണ്ട് അകത്തേക്ക് കയറാതെ ഈ കാണുന്ന, ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ കിണറ്റിലാണ് ഇന്നലെ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ അമ്മയുടെ സഹോദരൻ ഹരികുമാർ വലിച്ച് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ കിണറിൻ്റെ ഭാഗങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. SP ഏത് തരത്തിലാണ് കുട്ടിയെ എറിഞ്ഞത് എന്ന കാര്യവും മറ്റും DYSP വിശദീകരിക്കുകയാണ്. ഇന്നലെ ഇതിന് പ്രധാന തുമ്പുണ്ടാക്കിയ ഒരാൾ ഇവിടെ പരിശോധന നടക്കുന്ന സമയത്ത് നെയ്യാറ്റിൻകര DYSP ഇവിടെ വന്ന സമയത്ത് കിണറിലേക്ക് ഒരു സംശയം പോകാൻ കാരണം അദ്ദേഹമാണ്. കാരണം ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു സൈഡിൽ മാത്രം, ഇത് ഇന്നലെ മൂടിയിട്ടിരിക്കുന്ന കിണറായിരുന്നു, ഒരു സൈഡ് മാത്രം
കുറച്ച് തുറന്നിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്തിന് തുറന്നു വെച്ചതാണ് എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് ഇവിടെ തുണിയും മറ്റും വിരിച്ചിടുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ ഭാഗമായി തുറന്നു വെച്ചു എന്നൊരു മറുപടിയാണ് നൽകിയത്. ആ മറുപടിയിൽ സംശയം തോന്നിയാണ് നെയ്യാറ്റിൻകര DYSP ഇപ്പോൾ SP-യുടെ അടുത്ത് നിൽക്കുന്ന ഷാജി ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഫയർഫോഴ്സ് വന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ തന്നെ ഈ കിണറ്റിനകത്ത് കുട്ടി ഉണ്ട് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യുകയായിരുന്നു. അത്തരം വിവരങ്ങൾ അവർ SP-യോട് DYSP ഷെയർ ചെയ്യുകയാണ്. ഇനി പ്രധാനമായും SP-ക്ക് വീടിൻ്റെ അകത്തേക്ക് കയറേണ്ടതുണ്ട്. അതിനകത്ത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ കട്ടിലും മറ്റ് വിവരങ്ങളുമുണ്ട്, അതുകൂടി കാണേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ വീട് പൂട്ടിയ താക്കോൽ കയ്യിലില്ലായിരുന്നു. ആ താക്കോൽ എടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കതകിലൂടെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കതകിലൂടെയാണ് ഹരികുമാർ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം വലിച്ചെറിയായിരുന്നു എന്നാണ് പറഞ്ഞത്. വീടിൻ്റെ ബാക്ക് വശത്ത് മറ്റൊരു ചെറിയ ഒരു മുറി, ഒരു സ്റ്റോർ മുറി പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് SP കയറി നോക്കി. DYSP ഇപ്പോൾ വിശദീകരിക്കുകയാണ്. മൊഴി, ഈ പ്രതി ഹരികുമാർ പറഞ്ഞ മൊഴി DYSP SP-ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അകത്തെ മുറിയിൽ നിന്ന് അടുക്കള വാതിലൂടെ ആണ് പുറത്തേക്ക് ഇറങ്ങിയത്. അടുക്കള വാതിലൂടെ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ വലിച്ചെറിയ ആയിരുന്നു എന്നതാണ്. വീടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. ആ വീടിൻ്റെ അതിനപ്പുറം, ഇതിനെ ഇപ്പോൾ SP നോക്കുന്ന സ്ഥലം ഒരു മതിലിന് അപ്പുറം താഴേക്ക് ഒരു ചതുപ്പായ ഒരു പ്രദേശമാണ്, ഒരു വെറുതെ കിടക്കുന്ന ഭൂമിയാണ്. ആ ഭാഗത്തേക്കും അവിടെയും നോക്കുന്നുണ്ട്. എന്തായാലും പ്രതി നൽകിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പോലീസ് പരിശോധനകൾ നടത്തുന്നു. ഒപ്പം പുതുതായി പ്രതി പറഞ്ഞ കാര്യങ്ങളല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹരികുമാറിനെ ഉച്ചയോടുകൂടി ഹാജരാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാജരാക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പോലീസ് പ്രതി നൽകിയ കുറ്റസമ്മത മൊഴി ശരിയാണോ, അതിനകത്ത് പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ടും മറ്റും തയ്യാറാക്കുമ്പോൾ ആഡ് ചെയ്യാൻ നിലവിൽ കിട്ടിയ വിവരത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് നോക്കുന്നത്. വീടിൻ്റെ താക്കോൽ വന്ന് അത് തുറന്നു. അകത്തേക്ക് റൂറൽ SP ഒപ്പം DYSP 2 CIമാരും മറ്റും അകത്തേക്ക് കയറുകയാണ്. വീടിനകത്ത് പരിശോധന തുടങ്ങി. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന്, ഈ ശ്രീതുവും ശ്രീജിത്തും 2 മക്കളും കിടന്ന മുറി, ആ മുറിക്ക് തൊട്ട് ഇപ്പുറത്ത് ഈ ഹരികുമാർ കിടന്ന മുറി. ഹരികുമാർ മുറിയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞതിന് ശേഷമാണ് സ്വന്തം കട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് എന്നാണ് പോലീസിന് നൽകിയ മൊഴി. അത് സ്വാഭാവികമായും അത് കൊലപ്പെടുത്തിയതിന് ശേഷം കട്ടിൽ കത്തിക്കാൻ ഓക്കെ, ശരി.